ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് സുനിൽസ് വാക്സ് മ്യൂസിയത്തിലാണ്. ഇത് വരുന്നത് നമ്മുടെ കിഴക്കേക്കോട്ടയാണ്. ഈസ്റ്റ് ഫോർട്ട് കോട്ടയ്ക്കുള്ളിലായിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ ഇതേ ഞങ്ങൾ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 100 രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടത്. ഇവിടെ ആരുടെയൊക്കെ വാക്സ് പ്രതിമകളാണ് ഉള്ളത് എന്നതിന്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇതേ ഉള്ളിൽ കയറി. ആദ്യം കണ്ടത് നമ്മുടെ ഗാന്ധിജി ആയിരുന്നു. മഹാത്മാഗാന്ധി ഇരിക്കുന്ന വാക്സ് പ്രതിമയാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രതിമകളിലൊന്നും തൊടരുത് എന്ന് അവർ ആദ്യം തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണുമ്പോൾ തൊട്ടു നോക്കാൻ വല്ലാത്തൊരു ഈഗർനെസ് ആണ്. പക്ഷെ തൊടാൻ പറ്റത്തില്ല. അവിടെ ഫുള്ള് CCTV വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത പ്രതിമ കാണാൻ പോയി. അടുത്ത പ്രതിമ നമ്മുടെ അന്ന ഹസാരയുടേതാണ്. ഇന്ത്യയിലെ ഒരു സാമൂഹിക സന്നദ്ധ പ്രവർത്തകനാണ് അന്ന ഹസാരെ എന്നറിയപ്പെടുന്ന കിഷൻ ബാപ്പത് ബാബു റാവു ഹസാരെ. അടുത്തത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു. അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നും അറിയപ്പെടുന്നു. ഇനി എത്തുന്നത് നമ്മുടെ ചാച്ചാജിയുടെ അടുത്തേക്കാണ്. അതെ, നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയും സ്വാതന്ത്ര്യ സമര നേതാവുമായിരുന്നു ജവഹർലാൽ നെഹ്റു. അടുത്തത് നമ്മുടെ ഇന്ത്യൻ നേവി പൈലറ്റായ അഭിനന്ദൻ വർദ്ധമാൻ സാറാണ്. ഇദ്ദേഹത്തെ 2019 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ പാകിസ്ഥാൻ പിടികൂടുകയും പിന്നീട് മോചിപ്പിക്കുകയും ചെയ്തു. അടുത്തത് ശ്രീധി സായിബാബയുടെ പ്രതിമയാണ്. ഇതിന് വല്ലാത്തൊരു ഒറിജിനാലിറ്റിയാണ്. ഇദ്ദേഹം ഒരു ആത്മീയ ഗുരുവാണ്. റിയാലിറ്റിയിൽ നമ്മളെ തന്നെ നോക്കുവാണെന്ന് തോന്നും. അത്ര ഒറിജിനാലിറ്റി ഉണ്ട് ഈ പ്രതിമയ്ക്ക്. അടുത്തത് തമിഴ് നടനായ പ്രകാശ് രാജാണ്. ഇദ്ദേഹത്തിന് അഭിനയത്തിന് ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ശ്രീ രവിശങ്കർ ആണ്. ഇദ്ദേഹം ഒരു ആത്മീയ ഗുരുവാണ്. ഇദ്ദേഹം യോഗയുടെയും ധ്യാനത്തിന്റെയും ആചാര്യനുമാണ്. ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ ഇദ്ദേഹമാണ് സ്ഥാപിച്ചത്. അടുത്തത് ശ്രീ മന്നത്തു പത്മനാഭനാണ്. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ഇദ്ദേഹമാണ് നായർ സമുദായത്തെ സംഘടിപ്പിക്കാനായി നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത്. ഇനി എത്തുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ അരികിലേക്കാണ്. കേരളത്തിലെ ഒരു പ്രധാന സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആദർശം ഉയർത്തിപ്പിടിച്ചത് ഇദ്ദേഹമാണ്. SNDPയുടെയും അരുവിപ്പുറം, ശിവഗിരി മുതലായ ക്ഷേത്രങ്ങളുടെയും സ്ഥാപകൻ ഇദ്ദേഹമാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ മാർപ്പാപ്പമാരിൽ ഒരാളാണ് ഇദ്ദേഹം. മാർപ്പാപ്പയായ ശേഷവും അദ്ദേഹം ലാളിത്യം കൈവിട്ടില്ല. അടുത്തത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളുമായിരുന്നു ഉമ്മൻചാണ്ടി. അടുത്തത് നമ്മുടെ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന റെക്കോർഡും ഇദ്ദേഹത്തിനാണ്. 40-ാം വയസ്സിലാണ് ഇദ്ദേഹം പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. അടുത്തത് ഇന്ദിരാഗാന്ധിയാണ്. ഇത് നമ്മുടെ 5ാമത്തെ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായിരുന്നു. അടുത്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഇദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവ്, നിയമജ്ഞൻ, പണ്ഡിതൻ, ദളിത് പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്നിവ കൂടിയാണ്. അടുത്തത് പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ. ഇദ്ദേഹം രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു. ഇതാണ് നമ്മുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹം ഒരു ബംഗാളി കവിയാണ്. ഇദ്ദേഹത്തിന് 1913 ഗീതാഞ്ജലി എന്ന കൃതിക്ക് നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാനാണ്. അടുത്തതായി നമ്മൾ കാണുന്നത് ഇന്ത്യൻ സിനിമയുടെ പിതാവായി കണക്കാക്കപ്പെടുന്ന ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. ഈ കാണുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആണ്. ഇന്ത്യയിലെ അതിപ്രഗത്ഭനായ നിയമജ്ഞനും ഭരണതന്ത്രജ്ഞനുമായിരുന്നു വൈദ്യനാഥപുരം രാമയ്യർ കൃഷ്ണയ്യർ എന്നറിയപ്പെടുന്ന VR കൃഷ്ണയ്യർ. ഇത് നമ്മുടെ ഇന്നസെന്റ്. ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായിരുന്ന ഇദ്ദേഹം ഒരു ലോക്സഭാ അംഗം കൂടെയാണ്. ബാഹുബലി എന്ന സിനിമയിൽ പ്രഭാസ് എന്ന കലാകാരൻ അവതരിപ്പിച്ച അതിശക്തമായ ഒരു ക്യാരക്ടറാണ് മഹേന്ദ്ര ബാഹുബലി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനും കണ്ടേ സച്ചിനെ. ഇത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റിന്റെ ദൈവം എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ദൈവത്തിന് ശേഷം രാജാവെത്തി, നമ്മുടെ സ്വന്തം വിരാട് കോഹ്ലി. രാജാവ് എന്നതിന് പുറമെ ദി ചേസ് മാസ്റ്റർ, റൺ മെഷീൻ എന്നിങ്ങനെയും ഇദ്ദേഹത്തിന് വിളിപ്പേരുകളുണ്ട്. ഇദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ UAEയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമാണ് ഇദ്ദേഹം. ഇത് നമ്മുടെ സ്വന്തം മറഡോണ.
കാൽപന്ത് കളിയിലെ രാജാവാണ് ഇദ്ദേഹം. അങ്ങ് അർജന്റീനക്കാർക്ക് മാത്രമല്ല, ഇങ്ങ് നമ്മൾ മലയാളികൾക്കും മുത്താണ് ഇദ്ദേഹം. 20-ാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന ഫിഫയുടെ ബഹുമതി ഇദ്ദേഹത്തിന് സ്വന്തമാണ്. ഇത് കണ്ടോ, നമ്മുടെ സൽമാൻ ഖാൻ. ഒരു ഇന്ത്യൻ നടനാണ് ഇദ്ദേഹം. ചലച്ചിത്ര നിർമ്മാതാവാണ്. അതിനു പുറമെ ടെലിവിഷൻ അവതാരകനായിട്ടും വരാറുണ്ട്. ഇത് ഹിന്ദി ഫിലിം ആർട്ടിസ്റ്റായ കരീന കപൂറാണ്. പ്രശസ്തമായ കപൂർ കുടുംബത്തിൽ ജനിച്ച കരീനയുടെ ആദ്യ ചിത്രം റെഫ്യൂജിയാണ്. അതിന് തന്നെ ഇവർക്ക് ഫിലിം ഫെയർ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഇത് റാണ ദഗുബട്ടി. ഇദ്ദേഹം ഫേമസ് ആയ ഒരു ഫിലിം ആർട്ടിസ്റ്റാണ്. മലയാളികൾക്ക് ഇദ്ദേഹം സുപരിചിതനായത് ബാഹുബലി എന്ന മൂവിയിലൂടെയാണ്. ഇത് നമ്മുടെ മലയാളത്തിന്റെ ബിഗ് എം, മമ്മൂക്ക. ഇദ്ദേഹത്തിന് പലതവണ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ്, പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ലാലേട്ടനാണ്. മലയാള സിനിമയുടെ സജീവ സാന്നിധ്യമായ ഇദ്ദേഹത്തിന് പലതവണ നാഷണൽ അവാർഡുകളും സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകളും ഫിലിം ഫെയർ അവാർഡുകളും ഇപ്പോൾ ഫാൽക്കെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച ചലച്ചിത്ര നടനായ ജയൻ എന്ന കൃഷ്ണൻ നായരാണ് അടുത്തത്. ഇത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്താണ്. തമിഴ് സിനിമയിലെ അവിഭാജ്യ ഘടകമായ ഇദ്ദേഹത്തിന് തലൈവർ എന്നും വിളിപ്പേരുണ്ട്. ഇത് ദി ഗ്രേറ്റ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അടുത്തത് നമ്മുടെ സഖാവ് VS അച്യുതാനന്ദനാണ്. ഇദ്ദേഹം നമ്മുടെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അടുത്തതായി കോടിയേരി ബാലകൃഷ്ണനാണ്. ഇദ്ദേഹം നമ്മുടെ കേരളത്തിലെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത ഒരു ചലച്ചിത്ര താരവും കൂടെയായിരുന്നു. ഭാരതരത്ന ജേതാവായ MGR തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രിയും ഒരു ചലച്ചിത്ര നടനുമായിരുന്നു. അടുത്തതായി നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഇവിടെ നമ്മൾ ഈ കണ്ട എല്ലാ പ്രതിമകളും അതിൻ്റെ ഒറിജിനൽ ഹൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും വിത്ത് കംപ്ലീറ്റ് പെർഫെക്ഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങളും വന്ന് വിസിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.